നമ്മുടെ യമഹയുടെ R15 വേർഷൻ 2 ഉണ്ടല്ലോ, വേർഷൻ 2 മറ്റേ R1 കിറ്റ് വെച്ച് ഇറക്കാൻ പോവുകയാണ്. ഈ ഒരു വണ്ടി നമുക്ക് ബുധനാഴ്ചയാണ് റിവീലിംഗ് വരുന്നത്, ഇന്ന് തിങ്കളാഴ്ചയാണ്. നമ്മുടെ ഈ ഒരു BS6 ഡ്യൂക്ക് 250 നമ്മൾ ബാൻഡിഡ് ഹൗസിൽ നിന്ന് മേടിച്ച ഫുള്ള് കണ്ട പാനിയസിൻ്റെ സെറ്റ് സംഭവങ്ങളാണ് ഈ വെച്ചേക്കുന്നത്. ഈ വണ്ടി ഉണ്ട് നമ്മുടെ FC ആണ്. FC മറ്റേ ഡ്യൂക്ക് 200 ബാക്ക് സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ FC പണി കറക്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞേക്കുവാണ്. ഞാൻ കാണിച്ചു. What's up guys, it's me Rohith Donald and welcome back to another vlog. So guys, ഇന്നത്തെ vlog എന്ന് വെച്ചാൽ ഒരു ഡെയിലി ഒബ്സർവേഷൻ ആണ്. ഞാൻ നമ്മുടെ റേസ് മോട്ടോ കോൺസെപ്റ്റ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ പണി നടപ്പുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ വണ്ടിയുണ്ട് നമ്മുടെ FC ആണ്. FC മറ്റേ ഡ്യൂക്ക് 200 ബാക്ക് സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് തീരുമ്പോഴത്തേക്ക് ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ബ്രോയുടെ വണ്ടിയാണ്. ബ്രോയുടെ പേരെന്ന് പറഞ്ഞിട്ട് അർജുൻ. എനിക്കിവിടെ ഇപ്പോൾ ഉണ്ട്, പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. ഓക്കെ ഉണ്ടോ ഇവിടെ വേറെ കിഡിലെ ഒരു വണ്ടി റിവീലിങ്ങിന് ഇരിപ്പുണ്ട്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇഷ്ടം പോലെ അടിപൊളി വീഡിയോസ്, അതായത് ബൈക്ക്, കാറ്, ഡെയിലി വ്ളോഗും ഒബ്സർവേഷൻ വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല. നമ്മളെ കിഡിലെ ഒരുപാട് വീഡിയോസ് കൊണ്ടുവരുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും കിഡിലെ വീഡിയോസ് കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബാക്കിൽ ഇവിടെ ഇവിടെ നമ്മുടെ ഒരുപാട് വണ്ടികൾ ഇറങ്ങാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. നമ്മുടെ യമഹയുടെ R15 വേർഷൻ 2 ഉണ്ടല്ലോ, വേർഷൻ 2 മറ്റേ R1 കിറ്റ് വെച്ച് ഇറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ആണ്. പിന്നെ ഇത് നമ്മുടെ NSൻ്റെ ടാങ്കാണ്. പിന്നെ അതിനൊക്കെ വേറെ കുറച്ച് പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വരുന്നുണ്ട്. ഈ ഒരു വണ്ടി നമുക്ക് ബുധനാഴ്ചയാണ് റിവീലിംഗ് വരുന്നത്, ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇട്ടേക്കുക. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ഈ ഒരു BS6 ഡ്യൂക്ക് 250 നമ്മൾ ബാൻഡിഡ് ഹൗസിൽ നിന്ന് മേടിച്ച ഫുള്ള് കണ്ട പാനിയസിൻ്റെ സെറ്റ് സംഭവങ്ങളാണ് ഈ വെച്ചേക്കുന്നതാണ്. പുള്ളിയുടെ വണ്ടിയാണ്, ആകാശ് എന്നാണ് അവരുടെ നെയിം. ഫുള്ള് ആ ഒരു പാനിയസ് സെറ്റപ്പിനുള്ള എല്ലാം ബ്രോ വെച്ചിട്ടുണ്ടല്ലേ. ആ സൈഡിലും ബാക്കിലും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ? 5800 അല്ലേ? 5800 രൂപയാണ് വന്നത്. അതിപ്പോൾ നമ്മുടെ കണ്ട മറ്റേ റേസ് മോട്ടോ കോൺസെപ്റ്റ്സിലേക്ക് ഫിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണ്. കണ്ട ഓവറോൾ ഇത് ബ്രോ എങ്ങനെയായിരുന്നു ഓർഡർ ചെയ്ത്? എങ്ങനെ മെയിനായിട്ട് ഓർഡർ ചെയ്ത് അല്ല, മെയിൻ ബാൻഡോ സ്പിറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്, അതായത് തൃശ്ശൂർ അല്ല ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് അല്ല ഓൺലൈൻ ഓർഡർ ചെയ്തത്. അത് മൊത്തത്തിൽ അല്ല ഇപ്പം അല്ല BS6 ബൈക്സിനെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ബൈക്സിനും കാരിയർ ഉൾപ്പെടെ അവർ ഫിറ്റിംഗ് മോഡലായിട്ടാണ്. പക്ഷേ BS4 BS2 അങ്ങനെ ആ വണ്ടിക്കൊന്നും കാരിയർ വരത്തില്ലായിരുന്നു. ഈ വണ്ടി ഈ BS6 തൊട്ടാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വലിയ പാടില്ലാതെ വെൽഡൊന്നും ചെയ്യാതെ തന്നെ വെക്കാൻ. അതൊക്കെ ഇവിടെ ഒന്നും വെൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം കണ്ട സ്ക്രൂയിലാണ് ഇരിക്കുന്നത്. കണ്ട ഇവിടെ സ്ക്രൂ ഉണ്ട്, ഇവിടെ എല്ലാം കറക്റ്റ് പ്രോപ്പർ സ്ക്രൂയിങ്ങിലാണ് ഇരിക്കുന്നത്. ഒന്നും വെൽഡിങ്ങോ കട്ടിങ്ങോ ഒന്നും ആവശ്യമില്ല അല്ലേ ബ്രോ? അപ്പോൾ വണ്ടി നശിക്കത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ 5800 രൂപയാണത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഊരി മാറ്റുകയും ചെയ്യാം. അത് ആവശ്യമുള്ള ബ്രോ ഇപ്പോൾ ഒരു റൈഡ് പോവുകയല്ലേ? റൈഡ് പോവുകയാണ്. അതിൻ്റെ പേരില്ല ഈ സൈഡിലത്തെ സാധനം മാത്രമായിട്ട് ഊരി മാറ്റി നമുക്ക് ഇത് മാത്രമായിട്ടും വെക്കാം. പിന്നെ ഇത് മാക്സിമം നല്ല കപ്പാസിറ്റിയിൽ വെയിറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കെട്ടി വെക്കാനായിട്ടാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. താങ്ക്സ് ബ്രോ. ഓക്കെ, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ FC പണി കറക്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞേക്കുവാണ്. ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ബാക്ക് നോക്കി കറക്റ്റ് നമ്മുടെ മറ്റേ ഒരു പണ്ടത്തെ ഒരു ഡ്യൂക്ക് 200 തന്നെ ഉണ്ട, ഒരു രക്ഷയില്ല. ഇവിടെ നോക്കി കറക്റ്റ് ഒരു ഡ്യൂക്ക് 200 തന്നെ ഉണ്ടോ, ഒരു പൊള്ളി രീതിക്ക് അത് പണിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ബ്രോയുടെ വണ്ടിയാണ്. ബ്രോയുടെ പേര് അർജുൻ എന്നാണ്. ബ്രോ പാരിപ്പള്ളിയിൽ നിന്ന് 2 ദിവസം ഈ ഒരു വണ്ടിക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ സെറ്റാകാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ബ്രോയ്ക്ക് വണ്ടി. നമ്മുടെ RIZWAN കണ്ടോ, ബാക്കിൽ ടയർ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആകുമ്പോഴത്തേക്കും മറ്റേ ഡിസ്കവറിൻ്റെ ഇത് ഡിസ്കവറിൻ്റെ അല്ലേ ബ്രോ? ഗ്രാബ് റെയിൽ. നമ്മുടെ ഈ ഗ്രാബ് റെയിൽ എന്ന് പറയുന്നത് ഡിസ്കവറിൻ്റെയാണ്. ആ ഡിസ്കവറിൻ്റെ സംഭവം വെച്ചിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, കട്ട് ചെയ്ത ഒരു ഭംഗിക്ക് വേണ്ടി കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് കണ്ട നമ്മുടെ 200 ബാക്ക് ബ്രേക്ക് ലൈറ്റ് ഇതിനകത്ത് വെച്ചിട്ട് MCയിൽ ഉപയോഗിച്ച് നമ്മുടെ ഒരു FCയുടെ ആ ബോഡി തന്നെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തല്ലേ. MCയിലൊക്കെ ഉപയോഗിച്ച് ആ ഒരു ബോഡി തന്നെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്താൽ. പിന്നെ ഈ ഒരു അടയാളം കാര്യങ്ങളൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഫുള്ള് റീപെയിൻറ്റ് ചെയ്യാൻ പോലെ ബ്രോ. അപ്പം നമുക്ക് ഈ ഒരു വണ്ടീനെ റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മറ്റേ പേപ്പറൊക്കെ പിടിച്ച് കറക്റ്റ് പക്ക ഫിനിഷായി കിട്ടും. അപ്പോഴത്തേക്കായിരിക്കും കിട്ടിലെ ലുക്ക് ആവാൻ പോകുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ബ്രോ വീട്ടിൽ പോകുന്നു, അത് കഴിഞ്ഞ് വന്ന് പെയിൻറ്റിങ് എന്തായാലും സ്വാഭാവികമായിട്ടും വണ്ടി കൊടുത്തിട്ട് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് വരുന്ന ദിവസങ്ങളിൽ ബ്രോ ഇവിടെ കൊണ്ടുവന്ന് പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റി കിടിലും ആക്കുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ നമ്മുടെ ഡ്യൂക്കിന് ഇൻഡിക്കേറ്റർ കയറ്റിയായിരുന്നു. ഒരു ടെയിൽ ടേഡിയും പുതിയ മേടിച്ചല്ലേ, പുതിയ ടെയിൽ ടേഡിയും സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് RCBയുടെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. NSൻ്റെ മിററും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ വണ്ടിക്കകത്ത് ഇപ്പോൾ ഡ്യൂക്കുണ്ട്, NS ഉണ്ട്, ഇനി വേറെ എന്തൊക്കെ കയറ്റുന്നുണ്ട്. ഇനി ഐഡിയ വരുവാണെങ്കിൽ പല വണ്ടിയുടെ പല സാധനങ്ങളിനകത്ത് വരും.
ഗൈസ് അപ്പോൾ ഞാൻ വണ്ടി ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ബ്രോഡ് തന്നെ ചോദിക്കാം. ഇത് ഡ്യൂക്ക് 200 ബ്രേക്ക് ലൈറ്റ് ആണ്, BS3. ഓക്കെ, BS3 200 ബ്രേക്ക് ലൈറ്റ് ആണ്. ഓക്കെ, അത് എത്ര രൂപ മേടിച്ചത്? 750. കോപ്പിയാണോ? കോപ്പിയാണ്. ഓക്കെ. ഇൻഡിക്കേറ്റർ ഡൊമിനാറിന്റെ ഒറിജിനലാണ്. ഒറിജിനൽ ഡോമിനാറിന്റെ അത് ഒരെണ്ണം 500 ആയി, 500 സംതിങ് ആയി, ഓർക്കുന്നില്ല. ഓക്കെ. പിന്നെ വേറെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ ടെയിൽ ടൈഡി അത് 150 സംതിങ് ഉള്ളു, ഓൺലൈൻ എടുത്തതാണ്. ഓക്കെ. പിന്നെ ടയർ ഹഗ്ഗർ NS ആണ്, അത് സെക്കൻഡ് എടുത്തത്. ഓക്കെ, ഇപ്പോൾ NSന്റെ ഹഗ്ഗറാണ്, അതും സെക്കൻഡ് എടുത്തതാണ് ബ്രോ. എത്ര? അത് 400 സംതിങ് ആയി. RCB വെച്ചില്ലായിരുന്നു? RCBയുടെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊരു 400 രൂപ വരുന്നുണ്ട്. പിന്നെ ഈ NSന്റെ മിറർ അല്ലേ ഇത്? മിററിന് എത്രയായി? മിറർ 300 സംതിങ്. ഒരു വർഷം മുന്നേ വാങ്ങിയ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പ്രൊജക്ടർ ലൈറ്റൊക്കെ കയറ്റാൻ ബ്രോയ്ക്ക് പ്ലാൻ ഉണ്ട്. അത് ഡിസ്കൗണ്ട് ഗ്രാബ്രയില്ല. ഇത് എത്രയായി ബ്രോ? ഇത് പുതിയതെടുത്തതാണ്, ഇത് 600. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അപ്പം കുറച്ചുകൊണ്ട് ഭംഗിക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ. ഇത് നമ്മുടെ ഡ്യൂക്ക് 250യുടെ മഡ് ഗാർഡും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ലല്ലേ? ഈ കട്ട് ചെയ്ത് കുറച്ച് പ്രശ്നമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കണ്ട ഈ ഹോളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് ഇവിടെ എല്ലാം സീറ്റൊക്കെ അടിച്ച് ഫുള്ള് റീപെയിൻറ്റ് ചെയ്ത് കിട്ടില്ല രീതിക്ക് ഈ വണ്ടി ഇപ്പോൾ ഇറങ്ങും. ജസ്റ്റ് പുള്ളിക്ക് പോയിന്റിൻ്റെ പേരിൽ വണ്ടി ഇപ്പോൾ നമ്മൾ ഓക്കെ ഇറക്കിയല്ലേ? ഓക്കെ ഇറക്കിയുള്ളൂ. ഇനി കൊണ്ടുവന്ന് റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാം കിടിലാവും, എല്ലാം പൊളിയാവും, വേറെ ലെവലാവും. കണ്ടോ ഗൈസ്, ഓവറോൾ ഒരു ആക്സസറീസ് മാത്രമായിട്ട് ഓൾമോസ്റ്റ് 200-600 വേണമെങ്കിൽ പറയാമല്ലേ ബ്രോ? 200-400-500 ആ ഒരു റേഞ്ചിൽ ആക്സസറീസ്, അതായത് നമ്മുടെ സ്പെയർ പാർട്സിന് മാത്രമായിട്ട്. പിന്നെ ലേബർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടി അനുസരിച്ചിട്ടാണ് കേസ് ഇവിടെ മെയിൻലി ലേബർ എങ്ങനെ ആവും, പിന്നെ വർക്ക് എത്രത്തോളം ചെയ്യാനുണ്ട് എന്നൊക്കെ. ഇപ്പോൾ ഇത്ര വർക്കൊന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ലേബർ ഒബിയസ്ലി കുറയും. ഇത് 1-1.5 ദിവസത്തെ വർക്കൊക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടിക്കകത്ത്. പുള്ളിയുടെ വണ്ടിയുടെ ബ്രോയുടെ പേര് അർജുൻ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ Instagram ID ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ റേസ് മോട്ടോ കോൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് ഇത് ഫുള്ള് ചെയ്തേക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് ഈ വർക്ക് ചെയ്തത് ഈ ഗതിയാക്കി സെറ്റാക്കി കൊടുത്ത വ്യക്തിയായി ഇരിക്കുന്നുണ്ട് നമ്മുടെ അനന്തപുരമാണ് ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുത്ത. ഇവിടെ വേറെ ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുടെ ഇരിപ്പുണ്ട്. സോ ഇതിനൊക്കെ ആയിട്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓളാക്കി ഇട്ടോ. കിട്ടില്ല ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു NS ഒക്കെ വേറെ ലെവൽ രീതിക്ക് ഇറക്കാൻ പോകുക. ഇതൊക്കെ കംപ്ലീറ്റ് സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കാൻ പോവുകയാണ്. സോ അടുത്ത കിട്ടില്ല ഒരു വീഡിയോ ഇട്ട് കാണുന്നവരാ സ്റ്റേ ഇട്ടിയുണ്ട്. ഇവിടെ നമ്മുടെ വണ്ടിയൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന പുള്ളിയാണ്. ഇത് ബ്രോയുടെ പേരെങ്ങനെ? എൻ്റെ പേര് സജീവ്. ചെയ്തിട്ടുണ്ടോടാ? സോ ഗൈസ്, ഒഫീഷ്യലി ഈ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ നമ്മുടെ സേവിയിൽ നമുക്ക് ഈ ലുക്കിൽ കിട്ടിയേക്കുവാണ്. റെക്കോർഡിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൈസ്, ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ നമ്മുടെ സേവിലുണ്ട്. ബഹുമാനി റെക്കോർഡിംഗ് ആയിരുന്നു. ഓ